നമസ്കാരം കൂട്ടുകാരെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. LSCSന്റെ എക്സാം കഴിഞ്ഞ ദിവസം കഴിയുണ്ടായി. അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള മാർക്ക്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനൊരു ഡിസ്കഷൻ എന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ട് ഇനി വരാനിരിക്കുന്ന പരീക്ഷകളുടെ ഒരു മോഡ് എങ്ങനെയാവും എന്നുള്ളത് വെളിവാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഇപ്പോൾ LSCSന്റെ പേപ്പർ 1, പേപ്പർ 2 എന്നിങ്ങനെ 2 പേപ്പറുകളാണ് ഉണ്ടായിരുന്നത്. 2 പ്രൊവിഷണൽ കീ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊവിഷണൽ കീ പ്രകാരം നിങ്ങൾക്ക് പരീക്ഷ എഴുതിയതിന് ശേഷമുള്ള നിങ്ങളുടെ നിലവാരം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും ഒപ്പം മുന്നോട്ടുള്ള പരീക്ഷകൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പോവേണ്ടത് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു LSCSന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളൊന്ന് നോക്കി കറക്റ്റായിട്ടുള്ള പ്രൊവിഷണൽ കീ പ്രകാരമുള്ള ഉത്തരങ്ങൾ കൂടി ഒന്ന് ചർച്ച ചെയ്തു പോകാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലയാളത്തിലുള്ള ക്വസ്റ്റ്യനുകളിൽ പല വാക്കുകളും തെറ്റായിട്ട് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരു തെറ്റായിട്ടുള്ള ചില വാക്കുകൾ കൂടി ട്രാൻസ്ലേഷനിൽ വന്നിട്ടുണ്ട്. ട്രാൻസ്ലേഷനിൽ എററുകൾ വന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്തേക്കാം, ആ ഒരു കാര്യം കൂടി ഒന്ന് അഡ്രസ്സ് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് നോക്കാൻ കഴിയുന്ന തരത്തിലാണ്. ഇനി ഫൈനൽ കീ വരുമ്പോൾ ചിലപ്പോൾ ഇതിനകത്തിലെ പല ക്വസ്റ്റ്യനുകളും ഡിലീറ്റ് ആയേക്കാം, പല ആൻസറുകളും ചേഞ്ച് ആയേക്കാം. എങ്കിലും പ്രൊവിഷണൽ കീ പ്രകാരം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കിയേ, ഒന്നാമത്തെ ചോദ്യം, ഇത് സങ്കീർണമായിട്ടുള്ള മരീചികയായ ഫാറ്റ മോർഗാനയെ പരിഗണിക്കുമ്പോൾ താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നുള്ളതായിരുന്നു ചോദ്യം. ഇതിൽ 1ഉം 2ഉം ഓപ്ഷൻ. ഒന്നാമത്തെ ചോദ്യം, ഇത് കോഡ് A ആണ്, A കോഡ് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് പറയുക. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 1ഉം 2ഉം ശരി എന്നുള്ളതാണ്, ഓപ്ഷൻ C ആണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ UNOയുടെ ഏജൻസികളെ ചേരുംപടി ചേർക്കുക, മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതിൽ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, അതിന്റെ ആസ്ഥാനം റോമാണ്. IBRDയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. യുനെസ്കോയുടെ ആസ്ഥാനം വരുന്നത് പാരീസ് ആണ്. WHOയുടെ ആസ്ഥാനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനമാണെങ്കിൽ WHOയുടെ ആസ്ഥാനം ജനീവയിലാണ് വരിക. അങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. രണ്ടാമത്തെ ക്വസ്റ്റന്റെ ഉത്തരം, ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ B ആണ്. മൂന്നാമത്തെ ചോദ്യം, മനുഷ്യാവകാശങ്ങളും മനുഷ്യരാശിയുടെ അന്തസ്സും സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര വർഷങ്ങൾ പരിഗണിക്കുമ്പോൾ ശ്രേണിയിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ A, ആഫ്രിക്ക വർഷം 1965 എന്നുള്ളതായിരുന്നു തെറ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അവിടെ ശ്രേണിയിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ A ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ വിപ്ലവകാരികളുടെ താഴെ പറയുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കാലഗണനാക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ 4 സംഭവങ്ങളാണ് തന്നിരുന്നത്. അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ C ആണ്. 1, 4, 3, 2 എന്നാണ്. 1, കാക്കോരി റെയിൽവേ സ്റ്റേഷന് സമീപം HRA വഴി ഒരു ട്രെയിൻ കൊള്ളയടിച്ചു. 4, ലാഹോറിലെ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ സോണ്ടേഴ്സിന്റെ കൊലപാതകം. 3, ഭഗത് സിംഗും ബഡുകേശ്വർ ദത്തും കേന്ദ്ര നിയമസഭയിൽ ബോംബ് വർഷിച്ചു. 2, ജതിൻ ദാസ് 64 ദിവസത്തെ നിരാഹാരത്തിന് ശേഷം ജയിലിൽ വെച്ച് മരിച്ചു. അപ്പൊ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അകത്തോട്ട് കയറിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ഇവിടെ നിന്നൊരു സൂചനയുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലുള്ള പഠനം, അല്ലേ, കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡി PSC പരീക്ഷകൾക്ക് ആ ഒരു ശ്രേണി വന്നിട്ടുണ്ട്. UPSC മോഡലുള്ള ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കാണാൻ കഴിയും. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് MGS നാരായൺ കേരള ചരിത്രത്തിലെ വർഗീകരിക്കാത്ത വിജ്ഞാനകോശമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ B, KP പത്മനാഭ മേനോന്റെ കേരള ചരിത്രം 4 വാല്യങ്ങൾ എന്നുള്ളതാണ്. ഓപ്ഷൻ B ആണ് അഞ്ചാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ D ആണ്. പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പരിഗണിക്കുമ്പോൾ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്, തെറ്റായിട്ടുള്ളത് എന്നായിരുന്നു ചോദ്യം. ബംഗാളിലെ സ്റ്റുഡൻസ് ലിറ്റററി ആൻഡ് സയന്റിഫിക് സൊസൈറ്റിയുടെ പിന്നിലെ ചലിക്കുന്ന ആത്മാവായിരുന്നു ബങ്കിം ചന്ദ്ര എന്നുള്ളതായിരുന്നു ശരിയല്ലാത്തത്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ D ആണ്. 6 ഉത്തരം ഓപ്ഷൻ D ആണ്. ഏഴാമത്തെ ചോദ്യം, 27 വയസ്സുള്ള രാജ്ഞിയായ നഗ വോയ് ഹോനോ ഐ ടെ പോ, അതൊരു 27 വയസ്സുള്ള രാജ്ഞിയാണ്. അവരെ തദ്ദേശീയ സമൂഹമായ മാവോറുകൾ തങ്ങളുടെ പുതിയ രാജാവായി അഭിഷേകം ചെയ്ത രാജ്യം ഏതാണ് എന്നുള്ളതാണ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യണം. മീൻസ് പ്രൊനൗൺസിയേഷൻ ഒന്നുകൂടെ നോക്കണം. ന്യൂസിലൻഡ് എന്നുള്ളതാണ് ഉത്തരം, ഓപ്ഷൻ C ആണ്. ഓക്കെ, എട്ടാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ D ആണ്. അതായത് ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ചിലരുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഓപ്ഷൻ D, ഫ്രാൻസിന്
മാത്രമല്ല റൂസോയുടെ തത്വങ്ങൾക്കനുസൃതമായി നമുക്ക് മുഴുവൻ ലോകത്തിൻ്റെയും ഒരു സ്വർഗമുണ്ടാക്കാം എന്ന് ജീൻ പോൾ മറാട്ട് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ എന്താണ് ശരിയല്ലാത്തത് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഫ്രഞ്ച് വിപ്ലവകാലത്തെ നേതാക്കളുടെ അഭിപ്രായങ്ങളായിട്ട് പരിഗണിക്കാവുന്നതാണ്. ദെൻ 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. പ്രസ്താവനകൾ ശരിയാണെന്നാണ് ചോദിച്ചത്. ഇവിടെ ജർമ്മൻ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജർമ്മൻകാർക്ക് കൊച്ചിയിൽ സെന്റ് ബർത്തലോമിയോയുടെ പേരിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ബി. 2 മാത്രം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ദെൻ അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചോദ്യം ഇറ്റാലിയൻ രാഷ്ട്രീയ നേതാക്കളായ ജോസഫ് മസിനി, ഗ്യുസെപ്പെ ഗാരിബാൾഡി എന്നിവരുടെ ജീവചരിത്രം ഉറുദുവിൽ എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നുള്ളതാണ്. അത് ലാലാ ലജ്പത് റായ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക 10ാമത്തെ ചോദ്യം. ദെൻ 11ാമത്തെ ചോദ്യം കേരളത്തിലെ താഴെ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കളുടെ ജന്മദിനം കാലഗണനാക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ 4 പേരെയാണ് തന്നിരുന്നത്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ, വക്കം മൗലവി, സഹോദരൻ അയ്യപ്പൻ, വി ഡി ഭട്ടതിരിപ്പാട്. അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആദ്യം വക്കം മൗലവി, പിന്നീട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ, അതേപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ, അവസാനമാണ് വി ടി ഭട്ടതിരിപ്പാട് വരിക. 11ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. ദെൻ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാളിനെ പറ്റി താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് എന്നുള്ളതാണ് ചോദ്യം. ഇതെല്ലാം ശരിയാണ്. ഈ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനുകളും ശരിയാണ്. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ദെൻ 13ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് ഫീഡ്ബാക്ക് മെക്കാനിസമാണ് ആഗോളതാപനത്തെ ത്വരിതപ്പെടുത്തുവാൻ ഏറ്റവും സാധ്യതയുള്ളത് എന്നാണ് ചോദ്യം. ധ്രുവീയ മഞ്ഞ് ഉരുകുന്നത് ഭൂമിയുടെ ആൽബിഡോയെ കുറയ്ക്കുന്നു എന്നുള്ള ഓപ്ഷൻ സി ആണ് ഉത്തരം. ത്വരിതപ്പെടുത്തുവാൻ ഏറ്റവും സാധ്യതയുള്ളത് ഓപ്ഷൻ സി ആണ്. ദെൻ 14ാമത്തെ ചോദ്യം ഏത് തരത്തിലുള്ള മലിനീകരണമാണ് ജല ആവാസ വ്യവസ്ഥയിൽ യൂട്രോഫിക്കേഷന് കാരണമാകുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയിൽ നിന്നുള്ള പോഷക മലിനീകരണം എന്നുള്ളതാണ്. 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. ദെൻ 15ാമത്തെ ചോദ്യം സമുദ്ര പ്രവാഹങ്ങളുടെ രൂപീകരണത്തിന് പിന്നിലെ പ്രാഥമിക ചാലക ശക്തി എന്താണ്? വിൻഡ് പാറ്റേണുകളും ഭൂമിയുടെ ഭ്രമണവും എന്നുള്ളതാണ്. 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ദെൻ താഴെ പറയുന്നവയിൽ ഏതാണ് GISന്റെ പ്രധാന പ്രവർത്തനം? സ്പേഷ്യൽ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ ഡേറ്റ ക്യാപ്ചർ ചെയ്യുക, സംഭരിക്കുക, വിശകലനം ചെയ്യുക, പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദെൻ ഹിമാലയൻ പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണമായ ഭൗമ ശാസ്ത്ര പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള കൂട്ടിമുട്ടൽ. ജോഗ്രഫി ഭാഗത്തു നിന്ന് കുറെ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരുന്നു, കൃത്യമായിട്ട് ഉത്തരം ചെയ്യാനായിട്ട് സാധിക്കുന്ന എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഒരു നദി മറ്റൊരു നദിയുടെ ഒഴുക്ക് പിടിച്ചെടുക്കുന്ന റിവർ പൈറസി എന്നറിയപ്പെടുന്ന സവിശേഷമായ ഒരു പ്രതിഭാസത്താൽ സവിശേഷമായ ഇന്ത്യയിലെ ഏത് നദീ സംവിധാനമാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര നദീ സംവിധാനമാണ്. എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്ന ഒരു ചോദ്യമല്ല, ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ 18ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ഡി ആണ്. ദെൻ ഏത് പാരിസ്ഥിതിക ആശയമാണ് നീലഗിരി താറും പശ്ചിമഘട്ടത്തിലെ അതിന്റെ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തെ വിവരിക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. 19ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. കീസ്റ്റോൺ സ്പീഷീസ് എന്നുള്ളതാണ് 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഓപ്ഷൻ ബി കീസ്റ്റോൺ സ്പീഷീസ്. ദെൻ 20ാമത്തെ ചോദ്യം വൈദ്യുതി ഉൽപാദനത്തിനും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും കേരളത്തിൽ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച ബദൽ ഊർജ്ജ സ്രോതസ് ഏതാണ്? സൗരോർജ്ജം. ഇതെല്ലാവർക്കും കിട്ടിയ ഒരു ചോദ്യമായിരിക്കാം. 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി സൗരോർജ്ജമാണ്. ദെൻ 21 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കേരളത്തിലെ ഫിസിയോഗ്രാഫിക് ഡിവിഷനുകളുടെ പശ്ചാത്തലത്തിൽ മിഡ്ലാൻഡ് മേഖലയെ കൃത്യമായി വിവരിക്കുന്നത്? ഓപ്ഷൻ ബി വൈവിധ്യമാർന്ന കാർഷിക രീതികളെ പിന്തുണയ്ക്കുന്ന താഴ്വരകളും താഴ്ന്ന കുന്നുകളും ഇടകലർന്ന തരംഗങ്ങളുള്ള ഭൂപ്രദേശം ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഓപ്ഷൻ ബി ആണ് കൃത്യമായി മിഡ്ലാൻഡ് മേഖലയെ വിവരിക്കുന്നത്. അപ്പൊ 21 ഓപ്ഷൻ ബി ആണ്. ദെൻ 22 താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ പ്രത്യേകിച്ച് പശ്ചിമഘട്ട മേഖലയിലെ മഴയുടെ വിതരണത്തെ സാരമായി ബാധിക്കുന്ന ഓറോഗ്രാഫിക് ഫലത്തിന് സംഭാവന ചെയ്യുന്നത്? ഓപ്ഷൻ സി ഈർപ്പം നിറഞ്ഞ കാറ്റിനെ പർവ്വതനിരകൾ തടയുന്നു എന്നുള്ളതാണ്. 22 ഓപ്ഷൻ സി. ദെൻ 23 2024 ഇന്ത്യ അതിന്റെ ബഹിരാകാശ പര്യവേക്ഷണ ശ്രമങ്ങളുടെ ഭാഗമായി ചന്ദ്രനിലേക്ക് ഒരു ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചു. ഈ ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ചന്ദ്രയാൻ 3 എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും കിട്ടിയ ഒരു ചോദ്യമായിരിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നഗരപ്രദേശങ്ങളിലെ മലിനീകരണം കുറയ്ക്കുന്നതിനുമായി 2024 ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? ഫെയിം ഇന്ത്യ സ്കീം ഘട്ടം 2 എന്നുള്ള ഓപ്ഷൻ ബി ആണ് 24ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക.
കുറച്ചുകൂടി ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, കുറച്ചുകൂടി ലോജിക്കലായിട്ട് റീസൺ ചെയ്യാവുന്ന കുറെ ക്വസ്റ്റ്യനുകൾ അടങ്ങിയിരിക്കുന്നതാണ്. ഇപ്പോൾ പേപ്പർ 2 ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ആണ്. 11ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചത്. 25ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 26 ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ ഈ ഗ്രാമ റിപ്പബ്ലിക്കുകൾ ഇന്ത്യയുടെ നാശമാണെന്ന് ഞാൻ കരുതുന്നു. ഇത് ആരാണ് അഭിപ്രായപ്പെട്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ്. 26ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി BR അംബേദ്കർ. ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ ഈ ഗ്രാമ റിപ്പബ്ലിക്കുകൾ ഇന്ത്യയുടെ നാശമാണെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ സി BR അംബേദ്കർ ആണ്. ദെൻ 27 സംസ്ഥാന സർക്കാരിന് നിയമോപദേശകൻ അറിയപ്പെടുന്നത് എന്താണ്? എല്ലാവർക്കും കിട്ടിയ ഒരു ചോദ്യമായിരിക്കും. ഓപ്ഷൻ ബി ആണ്. 2 അഡ്വക്കേറ്റ് ജനറൽ എന്നാണ് നിയമോപദേശകൻ സംസ്ഥാന സർക്കാരിന്റെ അറിയപ്പെടുന്നത്. അറ്റോർണി ജനറൽ ആണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെതായിരിക്കും. 28ാമത്തെ ചോദ്യം, താഴെ പറയുന്ന കമ്മിറ്റികളെ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ദെൻ 3 അശോക് മേത്ത കമ്മിറ്റി, ദെൻ LM സ്വിംഗി കമ്മിറ്റി. 28ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ദെൻ ഇന്ദിരാഗാന്ധി സർക്കാരിയ കമ്മീഷനെ നിയമിച്ചു. ആരായിരുന്നു അതിന്റെ ചെയർമാൻ? ആരായിരുന്നു? രഞ്ജിത് സിംഗ് സർക്കാരിയ അല്ലെ? ഓപ്ഷൻ എ ആണ് 29ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ദെൻ 30ാമത്തെ ചോദ്യം, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 നിലവിൽ വന്നത് ഇവയെ അടിസ്ഥാനമാക്കിയാണ്. ഓപ്ഷൻ സി ആർട്ടിക്കിൾ 15ന്റെ 3 അടിസ്ഥാനമാക്കിയിട്ടാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പോക്സോ നിയമം 2012 നിലവിൽ വന്നത്. 30ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 31 ഏത് സാഹചര്യത്തിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട 3ാം ഭാഗം ഉൾപ്പെടെ ഭരണഘടനയുടെ എല്ലാ ഭാഗങ്ങളും ഭേദഗതി ചെയ്യുവാനുള്ള പാർലമെന്റിന്റെ അധികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതി അതിന്റെ മുൻ തീരുമാനങ്ങൾ നേരിയ ഭൂരിപക്ഷത്തിൽ റദ്ദാക്കി എന്നുള്ളത് കേസ് നമ്മുടെ ഉത്തരം എന്താണ്? ഗോലക്നാഥ് കേസ്. ഓപ്ഷൻ ഡി ആണ്. 31ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ഗോലക്നാഥ് കേസ് 2 മാത്രമെന്നാണ് പ്രൊവിഷണൽ കീയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം. 32 കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആരാണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം അതേപോലെ തന്നെ 3ഉം OK ഐഷാബായിയും അതേപോലെ തന്നെ ശങ്കര നാരായണൻ തമ്പിയുമാണ്. ഉത്തരം ഓപ്ഷൻ ബി 32. ആർട്ടിക്കിൾ 326 അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 33ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ എല്ലാം ശരിയാണ്. 33 ഓപ്ഷൻ ഡി ആണ്. ദെൻ ഡാഷിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും അഖണ്ഡതയുടെയും താല്പര്യാർത്ഥം മൗലിക അവകാശങ്ങൾക്ക് സംസാര സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അനുവദനീയമായ ന്യായമായ നിയന്ത്രണങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡാഷിൽ പരാമർശിച്ചിരിക്കുന്ന, അതായത് ആർട്ടിക്കിൾ 19ന്റെ 2 പരാമർശിച്ചിരിക്കുന്ന, ഇതും അത്യാവശ്യം ആളുകൾക്ക് കിട്ടിയ ഒരു ചോദ്യമായിരിക്കും. 34 ഓപ്ഷൻ ബി. ദെൻ എൽ ചന്ദ്രകുമാർ കേസിൽ 1997 സ്ഥാപിച്ച വിധി എന്താണ്? ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും ട്രൈബ്യൂണലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതിയുടെ വിധിയാണ്. ഈ 3 കാര്യങ്ങളും എന്താണ്? ഈ പറയുന്ന വിധി 1977 വിധിയിൽ ഉണ്ടായിരുന്നു. 35 ഓപ്ഷൻ ഡി. ദെൻ ഒരു ഇന്റീരിയർ കോടതിയുടെയോ ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ശേഷിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയുടെയോ രേഖകൾ ആവശ്യപ്പെടുന്നതിനുള്ള ഒരു സുപ്പീരിയർ കോടതിയുടെ പ്രത്യേക റിട്ടാണ് എന്ത്? സെർഷ്യോററി എന്നറിയപ്പെടുക. ഓപ്ഷൻ സി ആണ്. സെർഷ്യോററി എന്നാണ് അത്തരത്തിൽ സുപ്പീരിയർ കോടതിയുടെ അധികാരത്തെ അറിയപ്പെടുക. ആ റിട്ട് അധികാരത്തെ അറിയപ്പെടുന്നത് സെർഷ്യോററി എന്നാണ്. 36ന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. 37 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 315 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1ഉം 2ഉമാണ് ശരി. യൂണിയന് വേണ്ടി ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം. 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പിനായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് സമ്മതിച്ചേക്കാം എന്നുള്ളത് 37A ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 38 73ാം ഭേദഗതി നിയമങ്ങൾ ചേർത്തത് എന്തൊക്കെയാണ്? മുകളിൽ പറഞ്ഞവ എല്ലാം ഉണ്ട്. 38ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനാ പദവിയായി. 11ാമത്തെ ഷെഡ്യൂൾ 9ാമത്തെ പാർട്ടും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 39 ഓപ്ഷൻ സി ആണ്. അതായത് 350B ആർട്ടിക്കിൾ പ്രകാരം എന്തൊക്കെയാണ് പറയുക? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. രാഷ്ട്രപതിക്ക് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായി ഒരു പ്രത്യേക ഓഫീസറെ നിയമിക്കാം. 3 ഭാഷാ ന്യൂനപക്ഷ കമ്മീഷണർ ഭാഷാപരമായ കാര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള 39ന്റെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
2024 ഒക്ടോബർ 4 ഇന്ത്യൻ ഭരണഘടനയുടെ 23ാമത്തെ ആർട്ടിക്കിൾ ലംഘിക്കുന്ന ജാതി വേർതിരിവ് ഇന്ത്യൻ ജയിലിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അവ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓക്കെ, ദെൻ 41ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 104ാമത്തെ ഭേദഗതി അവതരിപ്പിച്ചു. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. 1ഉം 3ഉം ശരിയാണ്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും SC/ST സംവരണ സീറ്റുകളിൽ സമയപരിധി നീട്ടി, ശരിയാണ്. ദെൻ 3 ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സംവരണ സീറ്റുകൾ നീക്കം ചെയ്യുന്നു എന്നുള്ളതും ശരിയാണ്. അപ്പൊ 1ഉം 3ഉം ശരിയാണ്. 41 ഓപ്ഷൻ എ ആണ്. 42 ഇന്ത്യൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? 2ഉം 3ഉമാണ് ശരി. ലോക്സഭാ സ്പീക്കർക്കാണ് രാജിക്കത്ത് രാഷ്ട്രപതി സമർപ്പിക്കുന്നത് എന്നുള്ളത് തെറ്റാണ്. 2ഉം 3ഉം രാഷ്ട്രപതി രാജിക്കത്ത് ഉപരാഷ്ട്രപതിക്ക് കൊടുക്കുന്നു. അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നത് 61ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നുള്ളതും ശരിയാണ്. 43 ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് വനഗരിയ. ഓപ്ഷൻ സി 43. 44ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ HIV വ്യാപനത്തിന് ഏറ്റവും കുറവ് അണുബാധ ഉള്ള വസ്തു ഏതാണ്? ഓപ്ഷൻ ഡി ഉമിനീരാണ് ഏറ്റവും കുറവ്. ആഗോള പ്രചാരണം മെയ് അളക്കുവാൻ ഇതിൽ എന്താണ് ആ ഒരു സംസാരത്തിൽ അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റുണ്ട്. ആഗോള പ്രചരണം മെയ് മാസവുമായി ബന്ധപ്പെട്ടാണ്. ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ 45. 46 ഏതാണ് വിറ്റാമിൻ ഡിയുടെ സമ്പന്നമായ ഉറവിടമല്ലാത്തത്? ഫിംഗർ മില്ലറ്റ്. ഓപ്ഷൻ ഡി ആണ് 46. 47 കേരള സർക്കാരിന്റെ ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാം? ഓപ്ഷൻ എ 0 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. ഓപ്ഷൻ എ ആണ് 47ന്റെ ഉത്തരം. 48 താഴെ പറയുന്നവയിൽ ഏതാണ് ml per 100 ഗ്രാം ടിഷ്യൂവിൽ ഏറ്റവും കൂടുതൽ രക്തപ്രവാഹമുള്ളത്? വൃക്ക. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ടുള്ളത്. ദെൻ PHEIC എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി 49 ഓപ്ഷൻ ഡി പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസോൾ എന്നുള്ളതാണ് 49 ഓപ്ഷൻ ഡി. ദെൻ 50 ഏത് ഗ്രൂപ്പാണ് ന്യൂനോട്ടിക് രോഗങ്ങളെ പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ ബി പ്ലേഗ്, നിപ്പ, പേവിഷബാധ, കുരങ്ങുപനി എന്നുള്ളതാണ് 50ന്റെ ഉത്തരം. ഓപ്ഷൻ ബി ആണ്. 51ാമത്തെ ചോദ്യം. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും ആരോഗ്യം സുസ്ഥിരമായി സന്തുലിതമാക്കുവാനും ഒപ്റ്റിമൈസ് ചെയ്യുവാനും ലക്ഷ്യമിടുന്ന ഒരു സംയോജിത ഏകീകൃത സമീപനം അറിയപ്പെടുന്നത് ഒരാരോഗ്യ സമീപനം. ഓപ്ഷൻ സി ആണ്. ദെൻ കേരളത്തിൽ അടുത്തിടെ നടപ്പാക്കിയ രോഗികളോ ആശുപത്രി സന്ദർശകരോ അക്രമകാരികളാകുമ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള അടിയന്തര പ്രതികരണത്തിന്റെ പേരെന്താണ്? കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്നുള്ളതാണ് 52 ഓപ്ഷനെ. ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയ ദേശീയ കുടുംബാരോഗ്യ സർവേ NFHS 5. ഓപ്ഷൻ ബി ആണ് 53ാമത്തെ ചോദ്യം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കുടിവെള്ളത്തിലെ ഫ്ലൂറൈഡിന്റെ സ്വീകാര്യമായ അളവ് എത്രയാണ്? ഓപ്ഷൻ എ 1 mg/ലിറ്റർ എന്നുള്ളതാണ് 54 ഓപ്ഷൻ എ. വാതിലുകളും ജനലുകളും തുറന്നിരിക്കുമ്പോൾ മുറിയിലൂടെ വായു വീശുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ 55 ഓപ്ഷൻ എ ആണ്. പെർഫ്ലേഷൻ എന്നുള്ളതാണ് 55ന്റെ ഉത്തരം. 56 ലോക പരിസ്ഥിതി ദിനം 2024 ശരിയായ തീം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി നമ്മുടെ നാട് നമ്മുടെ ഭാവി എന്നുള്ളതാണ് 56 ഓപ്ഷൻ സി. 57 ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ കാര്യത്തിൽ ഒരു ലോഹത്തിൽ പ്രകാശത്തിന്റെ ആവൃത്തി വർദ്ധിപ്പിച്ചാൽ ഫലം എന്താണ്? ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരിയാണ്. അതായത് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിന്റെ വർധനവ്. ദെൻ 4 നിർത്തുവാനുള്ള സാധ്യതയുടെ വർധനവ്. ഓപ്ഷൻ ഡി ആണ് 57ന്റെ ഉത്തരം. ദെൻ 58 വായുവിലെ ശബ്ദത്തിന്റെ വേഗത സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ്. 1 താപനില വർദ്ധിക്കുന്നതനുസരിച്ച് വർദ്ധിക്കുന്നു. ദെൻ 3 സമ്മർദ്ദത്തിൽ നിന്ന് സ്വതന്ത്രമാണ് എന്നുള്ളതാണ്. എ ആണ് ഉത്തരമായിട്ട് വരിക. ഭാരമുള്ള വസ്തുക്കളെ ഉയർത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം ഡാഷ് അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓപ്ഷൻ സി പാസ്കലിന്റെ നിയമം അടിസ്ഥാനമാക്കിയുള്ളതാണ്. 59 ഓപ്ഷൻ സി. ദെൻ 60 ഗുരുത്വാകർഷണ ബലത്തിന്റെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇത് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ശക്തിയാണ് എന്നുള്ളത് തെറ്റാണ്. ഗുരുത്വാകർഷണ ബലമല്ല, അത് തെറ്റാണ്. 60 ഓപ്ഷൻ എ. 61 പട്ടികയിൽ നിന്ന് ശരിയായ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുക. 61ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്.
ഇവിടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒന്നാമത്തത് യോജിക്കുന്നത് 3നോടാണ്, നെഗറ്റീവ് എന്നുള്ളതാണ്. രണ്ടാമത്തത് യോജിക്കുന്നത് പോസിറ്റീവ് എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തത് യോജിക്കുന്നത് 0 എന്നുള്ളതാണ്. അപ്പൊ 61 ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. 62 ISROയുടെ ആദിത്യ L1 ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഓപ്ഷൻ ഡി സൗരാന്തരീക്ഷത്തിന്റെ ചലനാത്മകത പഠിക്കുക എന്നുള്ളതാണ്. 62 ഓപ്ഷൻ ഡി. 63 ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കണ്ണൂർ, കേരളം. കണ്ണൂർ ജില്ലയിലാണ്, കേരളത്തിലാണ്. 63 ഓപ്ഷൻ സി. 64 ഔപ്യൂ തത്വത്തിന്റെ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒരു ആറ്റത്തിന്റെ ഭൗമോപരിതലത്തിൽ ഇലക്ട്രോണുകൾ അവയുടെ ഊർജം വർദ്ധിപ്പിക്കുന്ന ക്രമത്തിൽ വിവിധ പരിക്രമണ പദങ്ങളിലേക്ക് നൽകപ്പെടുന്നു എന്നുള്ള 64ന്റെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരിക. 64 ഏറ്റവും ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള മൂലകം എല്ലാവർക്കും കിട്ടുകയാണ്. ഫ്ലോറിൻ ഓപ്ഷൻ സി ആണ്. 65 ഓപ്ഷൻ സി. 66 ചാൾസിന്റെ നിയമം അനുസരിച്ച് 66ന്റെ ഉത്തരം ഓപ്ഷൻ ബി. വോളിയം താപനിലയ്ക്ക് നേരിട്ട് ആനുപാതികമാണ്. 66 ഓപ്ഷൻ ബി ആണ്. 67 2NHCl pH എത്രയാണ്? അത് ആസിഡാണ്. സ്വാഭാവികമായിട്ട് ഓപ്ഷൻ ബി 7നേക്കാൾ ചെറുതായിരിക്കും, 7നേക്കാൾ കുറവായിരിക്കും, ആസിഡാണ്. 67 ഓപ്ഷൻ ബി ആണ്. ദെൻ 68 ഡാഷ് ചേർന്ന മിശ്രിതമാണ് അക്വാറീജിയ. ഓപ്ഷൻ ഡി വോളിയം അനുസരിച്ച് 1:3 എന്ന അനുപാതത്തിൽ സാന്ദ്രീകൃത നൈട്രിക് ആസിഡും സാന്ദ്രീകൃത ഹൈഡ്രോക്ലോറിക് ആസിഡും എന്നുള്ളതാണ്. 68 ഓപ്ഷൻ ഡി. 69 ഗ്രീൻ കെമിസ്ട്രിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 69 ഓപ്ഷൻ ഡി. 69ൻ്റെത് ഓപ്ഷൻ ഡി ആണ്. ദെൻ 70 സുസ്ഥിര ഊർജ സ്രോതസ്സായി ഹൈഡ്രജന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്താണ്? ഓപ്ഷൻ ബി ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്ന് ഇത് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. 70ന്റെ ഉത്തരം ഓപ്ഷൻ ബി. 71ാമത്തെ ചോദ്യം. ഒരു ബാഗിൽ, ഇത് മാത്സ് ആണ്, ഇനിയിപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല. മാത്സ് നോർമൽ ഗതിയിൽ സാധാരണഗതിയിൽ വരുന്നത് പോലെ തന്നെയുള്ള ചോദ്യങ്ങളായിരുന്നു. കുറച്ച് സമയം അഡ്ജസ്റ്റ് ആക്കാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ മാത്സിൽ സ്കോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് ചില ക്വസ്റ്റ്യനുകൾ പ്രയാസമുള്ളതുണ്ടായിരുന്നു. ജസ്റ്റ് ഞാനിവിടെ ഓപ്ഷനുകൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. 71ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി 160. 72 ഓപ്ഷൻ എ 30. 73ാമത്തെ ചോദ്യം ഓപ്ഷൻ സി 8. ദെൻ 74 ഓപ്ഷൻ ബി പ്ലസും ഡിവിഷനും എന്നുള്ളതാണ്. 75 ഓപ്ഷൻ ഡി 250. 76 ഓപ്ഷൻ സി ചൊവ്വാഴ്ച. 77 ഓപ്ഷൻ ബി 2/13. ദെൻ 78 ഓപ്ഷൻ ബി VNB എന്നുള്ളതാണ്. 79 ഓപ്ഷൻ ഡി എഫ് ആണ്. 80 ഓപ്ഷൻ എ -35 എന്നുള്ളതാണ്. ദെൻ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷും അത്യാവശ്യം വേറൊരു മോഡലിൽ ചോദിച്ചാൽ അല്ലെ, ഇതൊക്കെ ഒരു ക്ലൂ ആണ്. ഇനി മുന്നോട്ടുള്ള പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ക്ലൂ ആണ്. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യനുകളും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ എല്ലാം പഴയ പോലൊക്കെ തന്നെയാണ്, പക്ഷേ ആ മോഡൽ ചോദിച്ച രീതി വ്യത്യസ്തമാണ്. 81ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി. 82ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചോദിച്ചിരിക്കുന്ന സ്ട്രക്ചർ കണ്ടോ, അതൊരു വ്യത്യസ്ത രീതിയിലാണ് ചോദിച്ചിരുന്നത്. 83 ഓപ്ഷൻ സി ആണ്. 84 ഓപ്ഷൻ ഡി ആണ്. ദെൻ 85 ഓപ്ഷൻ എ. 86 ഓപ്ഷൻ ഡി ആണ്. ദെൻ 87 ഓപ്ഷൻ എ ആണ്. ഓപ്ഷനുകൾ ഇട്ടിരിക്കുന്ന ആ ഒരു ക്രമത്തിലും വ്യത്യാസമുണ്ട്. 1 2 3 4 എന്നുള്ള രീതിയിൽ നമ്മളെ ഒന്ന് കറക്കാൻ വേണ്ടി, കുറച്ചുകൂടെ ഒന്ന് സമയം കളയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ശ്രമം നടത്തി. 87 ഓപ്ഷൻ എ ആണ്. ദെൻ 88 ഓപ്ഷൻ ബി. 89 ഓപ്ഷൻ ഡി ആണ്. ദെൻ 90 ഓപ്ഷൻ സി ആണ്. 91 മലയാളത്തിലേക്ക് എത്തുമ്പോൾ നോർമൽ രീതിയിൽ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ കഴിയുന്ന കുറേ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ്. 91 ഓപ്ഷൻ എ. 92 ഓപ്ഷൻ സി ആണ്. 93 ഓപ്ഷൻ ബി ആണ്. ദെൻ 94 ഓപ്ഷൻ എ അടി മുതൽ മുടി വരെ. 95 ഓപ്ഷൻ സി പറഞ്ഞത് പിൻവലിക്കുക. 96 ഓപ്ഷൻ സി മുകുരം. ദെൻ 97 തിരുമുൾ കാഴ്ച, തിരുമുൻ പ്ലസ് കാഴ്ച ഓപ്ഷൻ എ ആണ്. 98 ഓപ്ഷൻ ഡി ആന, കരി, ഇഭം, കളഭം എന്നുള്ളതാണ്. 99 ആസ്തികൻ എന്ന പദത്തിന്റെ വിപരീത പദം നാസ്തികൻ. ദെൻ 100 ജാമാതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഓപ്ഷൻ ഡി സ്നുഷയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ പേപ്പർ 1 ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ പല ചോദ്യങ്ങൾക്കും പല മോഡലുകൾ അവർ പരീക്ഷിച്ചിട്ടുണ്ട്. പല രീതികളിൽ UPSC മോഡലിലൊക്കെ ഉള്ള ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. കുറേ നാളുകളായിട്ട് പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണെങ്കിലും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ് നമ്മളിവിടെ കണ്ടത്. കുറേ ക്വസ്റ്റ്യനുകൾ എളുപ്പമുള്ളതുണ്ടായിരുന്നു എങ്കിലും ഒരു റാങ്ക് മേക്കിങ്ങിലേക്കൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടി ചിന്തിക്കേണ്ട ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പേപ്പർ 2ലേക്ക് വന്നാൽ ഓക്കെ, നമ്മൾ ഇനി സെക്കൻഡ് പേപ്പറിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് പേപ്പറിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഫസ്റ്റ് പേപ്പർ ആണെങ്കിലും സെക്കൻഡ് പേപ്പർ ആണെങ്കിലും പ്രൊഫഷണൽ ഈ പ്രകാരമാണ് പറയുന്നത്. നമ്മളിവിടെ ശരി കുറേ ക്വസ്റ്റ്യനുകൾ ഡിലീറ്റ് ചെയ്തേക്കാം, കുറേ ക്വസ്റ്റ്യനുകൾ ഓപ്ഷൻ ചേഞ്ച് ചെയ്തേക്കാം. ഞാൻ ആ ശരി തെറ്റുകളിലേക്കൊന്നും പോകുന്നില്ല. ഞാനിവിടെ
പ്രൊഫഷണൽ കീ പ്രകാരമുള്ള ആൻസറുകളാണ് പറയുന്നത്. അതിന്റെ കാരണം പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മുന്നോട്ടുള്ള പരീക്ഷകൾക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കുക, ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്തിലെ ശരി തെറ്റ് ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നേരെ പ്രൊഫഷണൽ കീ പ്രകാരമുള്ള ഉത്തരങ്ങളിലേക്ക് പോകാം. ഇത് സെക്കൻഡ് പേപ്പറാണ്. ഇവിടെയും തുടക്കത്തിൽ എ കോഡ് കിട്ടിയ ആളുകൾക്കൊക്കെ കുറെ എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 1748 ദത്തവകാശ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? ഓപ്ഷൻ സി സത്താറയാണ്. ഇന്ത്യൻ കൗൺസിൽസ് നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 1961 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്ന ആരാണ്? രണ്ടാമത്തെ ചോദ്യം കാനിങ് പ്രഭുവാണ്. മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് 1862 കൗൺസിലേക്ക് ലോർഡ് കാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി മൈസൂരിലെ മഹാരാജാവ് എന്നുള്ളതാണ് ശരി. 3 ഓപ്ഷൻ സി. 4 ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം. ഓപ്ഷൻ ഡി മിന്റോ മോർലി പരിഷ്കാരങ്ങളാണ് 1909. 5 ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ്. ഓപ്ഷൻ ബി. 6 സ്വരാജ്യം എന്ന എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടിയെടുക്കും എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകാണ്. 7ാമത്തെ ചോദ്യം ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബില്ല് അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ ആണ്, ഹൗസ് ഓഫ് കോമൺസ്. 8ാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ എ സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. ഓപ്ഷൻ എ ശരിയായിട്ടുള്ള ഉത്തരമാണ്. 8 ഓപ്ഷൻ എ. 9 താഴെ പറയുന്നവയിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തത്? ഓപ്ഷൻ ബി വില്യം ബെന്റിക് പ്രഭു അംഗമല്ല, ബാക്കി 3 പേരും അംഗമാണ്. 10ാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭുവാണ്. 1919 സി ആണ് ഉത്തരം. 11 ഗാന്ധി ഓൾ ഇന്ത്യ ആൻഡ് ആന്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം എന്നാണ്? 1932. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 12 ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ഓപ്ഷൻ എ ഐക്യം, വിശ്വാസം, ത്യാഗം എന്നുള്ളതാണ്. 13ാമത്തെ ചോദ്യം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇവിടെയൊക്കെ ഇങ്ങനെ ചേർപ്പിച്ച് പോകാമായിരുന്നു. 14ാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി സച്ചിദാനന്ദ സിൻഹയാണ്. 15ാമത്തെ ചോദ്യം 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ടിന്റെ ഏത് സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കാത്തത്? ഓപ്ഷൻ സി പ്ലൂറൽ എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. 16ാമത്തെ ചോദ്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരാണ്? ഓപ്ഷൻ ബി ചൈനയാണ്. 17 2011 സെൻസസ് പ്രകാരം പട്ടിക 1 പട്ടിക 2മായി പൊരുത്തപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പശ്ചിമ ബംഗാൾ 2 പട്ടികജാതി ജനസംഖ്യയുടെ 2ാമത്തെ ഉയർന്ന പങ്ക്. ബീഹാർ ഏറ്റവും ഉയർന്ന ജനസംഖ്യാ സാന്ദ്രത. മഹാരാഷ്ട്ര ഏറ്റവും ജനസംഖ്യയുള്ള 2ാമത്തെ സംസ്ഥാനം. ഛത്തീസ്ഗഡ് ഏറ്റവും ഉയർന്ന ശിശുമരണ നിരക്ക്. ഓക്കെയാണ്. അപ്പൊ 17 ഓപ്ഷൻ ബി ആണ്. 18 പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ സി 9ാമത്തെ പഞ്ചവത്സര പദ്ധതി. 18 ഓപ്ഷൻ സി. 1969 MRTP നിയമത്തിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി. ഈ നിയമം അസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്നു. 19 ഓപ്ഷൻ സി ആണ്. 20 ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുക. ഓപ്ഷൻ ഡി 1, 3, 4 എന്നിവ. ഇതിലെ 2 ബന്ധപ്പെട്ടതല്ല. 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. 20 ഓപ്ഷൻ ഡി. 1, 2, 3, 4 എന്നിവയാണ് ശരി. 21 നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങളായി താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കാത്തത്? തെറ്റായിട്ടുള്ളതാണ് ചോദ്യം. പഞ്ചവത്സര പദ്ധതികൾ സർക്കാരിന്റെ നിക്ഷേപ പദ്ധതികൾ നിർദ്ദേശിക്കുക എന്നുള്ളത് തെറ്റാണ്. 21 ഓപ്ഷൻ സി. 22 1949 ബംഗാൾ ക്ഷാമം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ബംഗാളിലും സമീപ പ്രദേശങ്ങളിലും ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വൻ ഇടിവ് എന്നുള്ളത് തെറ്റാണ്. ശരിയല്ലാത്തത് ഓപ്ഷൻ എ. 22 ഓപ്ഷൻ എ. 23 ഇന്ത്യയിലെ ഹരിത വിപ്ലവം 1, 2, 4 എന്നിവ ശരിയാണ്. 3 തെറ്റാണ്. അതായത് നമ്മുടെ ഹൈ ഈൽഡ് വെറൈറ്റി വിത്തുകൾ ഭൂഗർഭ ജലത്തിന്റെ ഒപ്റ്റിമൈസ് ഉപയോഗം എന്നുള്ളത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 23 ഓപ്ഷൻ ഡി. 24 ഇന്ത്യയിലെ താഴെ പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരിഗണിക്കുക. അതിൽ കാലഗണനാക്രമം നൽകിയിട്ടുണ്ട്, അതനുസരിച്ച് വേണം ചെയ്യാൻ. 1 സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിനാണ്. 3 നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. 2 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഓപ്ഷൻ 4 ആയുഷ്മാൻ ഭാരത്. അതായത് 24 ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ചുകൂടി കറങ്ങാനായിട്ട് തുടങ്ങി. അതായത് കുറച്ചുകൂടി ചിന്തിക്കേണ്ട ചോദ്യങ്ങളെത്തി, സമയം നഷ്ടപ്പെടുന്ന ചോദ്യങ്ങളെത്തി. ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായ
ഭാഗിക പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ 4 ഇതിൽ ശരിയല്ലാത്തത്. കാരണങ്ങൾ താഴെ തന്നിട്ടുണ്ട്, അതിൽ ശരിയല്ലാത്ത കാരണം ഏതെന്നായിരുന്നു ചോദ്യം. 4 ശരിയല്ലാത്തത്. ബ്ലൂ പ്രിന്റിംഗ് അഭാവം എന്തു ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിശ്ചയമില്ലായിരുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ്. 25ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 26 ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി. തുണിത്തരങ്ങളിൽ ഇന്ത്യയുടെ വ്യാപാര മിച്ചം മില്ലുടമകൾ വിവേകപൂർവ്വം ഉപയോഗിച്ചില്ല എന്നുള്ളത് തെറ്റാണ്. 26 ഓപ്ഷൻ സി ആണ്. 27 ഇന്ത്യൻ രൂപ ഡാഷ് മാറ്റാവുന്നതാണ്. ഇന്ത്യൻ രൂപ കറണ്ട് അക്കൗണ്ടിൽ മാത്രം മാറ്റാവുന്നതാണ്. 27 ഓപ്ഷൻ എ. 28ാമത്തെ ചോദ്യം MOSPI അതായത് മിനിസ്ട്രിയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ പ്രകാരം സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് താഴെ പറയുന്ന പ്രവണത പിന്തുടരുന്നു എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ ഡി. 2018-18 അപേക്ഷിച്ച് 2012-22 ഗ്രാമീണ നഗര മേഖലകളിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. ഈ 28ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 29 1-3 ലിസ്റ്റുകൾ പരിഗണിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് അരവിന്ദ് പനഗരിയ. ഇത് നമുക്ക് അത്യാവശ്യം കിട്ടുന്ന ചോദ്യമായിരുന്നു. അരവിന്ദ് പനഗരിയ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാമിനാഥൻ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വർഗീസ് കുര്യൻ നീതി ആയോഗ് നമ്മുടെ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. BVR സുബ്രഹ്മണ്യം നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി 29. 30ാമത്തെ ചോദ്യം ഇന്ത്യയിലെ മരണങ്ങളിലെ രോഗങ്ങളുടെ ഭാരം നിലവിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പിന്തുടരുക? ഇതിലേക്ക് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ നമുക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. പിന്നെ ഇംഗ്ലീഷിലേക്ക് പോകേണ്ടി വരും. അപ്പം അവിടെ വായിച്ച് വീണ്ടും വരുമ്പോഴത്തേക്ക് നമുക്ക് കുറെ സമയനഷ്ടമൊക്കെ വരുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അടുത്ത പരീക്ഷയ്ക്ക് സ്ട്രാറ്റജി എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഈ പരീക്ഷ നമുക്കൊരു പാഠം തരുന്നുണ്ട്. 30ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. സാംക്രമിക രോഗങ്ങളുടെ ഭാരം സാംക്രമികമല്ലാത്ത രോഗങ്ങളെക്കാൾ കുറവാണ് എന്നുള്ളത്. 31ാമത്തെ ചോദ്യം ലഖ്പതി ദീദി സ്കീമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്ന് മാത്രമാണ് ഇതിലെ തെറ്റായിട്ടുള്ളത്. സഹകരണ സ്ഥാപനങ്ങളിലെ സ്ത്രീകളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിലാണ് പദ്ധതി പ്രാഥമികമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് തെറ്റാണ്. അപ്പം 31 ഓപ്ഷൻ എ. 32ാമത്തെ ചോദ്യം നബാർഡിന്റെ 2021-22 വർഷത്തേക്ക് അടുത്തിടെ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ റൂറൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ ബി. ഗ്രാമീണ കാർഷിക മേഖലകളിൽ സർക്കാർ ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമായി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉയരുന്നു എന്നുള്ളതാണ് ശരി. 32 ഓപ്ഷൻ ബി ആണ്. 33 ഓപ്ഷൻ സി ആണ്. ഇത് നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. 33ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 100 ദിന തൊഴിലുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട്. 34ാമത്തെ ചോദ്യം അന്ത്യോദയ മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 1, 2, 3 ശരിയാണ്. ഇതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 34ന്റെ ഉത്തരം ഓപ്ഷൻ ഡി. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? 35ാമത്തെ ചോദ്യം 2, 3, 4, 6 എന്നിവയാണ് ശരി. ഇതിൽ 5ഉം 1ഉം ഉൾപ്പെടില്ല. PRI ശക്തിപ്പെടുത്തൽ ഉൾപ്പെടില്ല. ദെൻ 5ാമത്തെ സാമ്പത്തിക സാക്ഷരതയുടെ വ്യാപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതും ഉൾപ്പെടില്ല. 35 ഓപ്ഷൻ സി ആണ്. 36 വികേന്ദ്രീകൃത ആസൂത്രണത്തിനായുള്ള ഒരു ജനകീയ ക്യാമ്പയിൻ 1996 ഇന്ത്യൻ സംസ്ഥാനമായ ഡാഷിൽ ആരംഭിച്ചു. കേരളത്തിലാണ് ഈ പറയുന്ന വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ട ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചത്. 36 ഓപ്ഷൻ ഡി. 37 ഇന്ത്യൻ ദാരിദ്ര്യരേഖയായി കണക്കാക്കിയത് ജീൻ ഡ്രസിയാണ്. 37 സി ആണ്. 38 മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അളക്കുന്നതിനുള്ള സൂചകമല്ലാത്തത് ഏതാണ്? തൊഴിൽ നില. 38 ഓപ്ഷൻ ഡി തൊഴിൽ നിലയാണ്. 39 ഇവയിൽ ഏതാണ് നബാർഡിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്? തെറ്റായിട്ടുള്ളതാണ്. ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിക്ഷേപവും ഉൽപാദന വായ്പയും നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു അപ്പെക്സ് ഫിനാൻസിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുക. 39 ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. ദെൻ 40 താഴെ പറയുന്നവയെ പരിഗണിക്കുക. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെയും ചേരുംപടി ചേർക്കുകയാണ്. ഇതിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 റീജിയണൽ റൂറൽ ബാങ്ക് ഒരു പൊതുമേഖലാ ബാങ്ക് സ്ഥാപിച്ചത്. ദെൻ 2 സഹകരണ ബാങ്കുകൾ 1 ലാഭമില്ല നഷ്ടമില്ല എന്ന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. വാണിജ്യ ബാങ്കുകൾ ലാഭം സൃഷ്ടിക്കുന്നതിനായി പ്രവർത്തിക്കുന്നത്. ദെൻ പേയ്മെന്റ് ബാങ്കുകൾ ലാസ്റ്റ് 1 ഡെബിറ്റ് കാർഡുകൾ നൽകാനാകില്ലെങ്കിലും ഡെബിറ്റ് കാർഡുകൾ നൽകാമെങ്കിലും ക്രെഡിറ്റ് കാർഡുകൾ നൽകാനാവില്ല. 40 ഓപ്ഷൻ എ. 41 ബിഗ് പുഷ് തിയറി നിർദ്ദേശിച്ചത് ഓപ്ഷൻ സി ആണ്. റൊസസ്റ്റീൻ റോഡൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. 41 ഓപ്ഷൻ സി ആണ്.
ദെൻ 42 ഓപ്ഷൻ ഡി ആണ് ബജ്ര. അതായത് നമ്മുടെ ഇന്ത്യയിലെ പൊതുവിതരണ സംവിധാനത്തിൽ ഇല്ലാത്തത് ബജ്രയാണ്. 42 ഓപ്ഷൻ ഡി. 43 ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസിങ്ങിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ശരിയേതെന്നാണ്? ഇതെല്ലാം ശരിയാണ്. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മൈക്രോ ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ആഴത്തിലേക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദെൻ 44 PRIയുടെ ത്രിതല ഘടന ആദ്യമായി അവതരിപ്പിക്കുന്നത് താഴെ പറയുന്നവരിൽ ഏത് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്ത്? ഓപ്ഷൻ ബി ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റിയാണ്. 44 ഓപ്ഷൻ ബി. 45 ഡിജി സാക്ഷമിനെ കുറിച്ചിട്ടുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1ഉം 2ഉം ശരിയായിട്ടുള്ളതാണ്. 1, 2ഉമാണ്. തൊഴിൽ മന്ത്രാലയത്തിന്റെയും മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെയും സംയുക്ത സംരംഭമാണ്. യുവാക്കളുടെ തൊഴിൽ അവസരം വർദ്ധിപ്പിക്കുവാൻ ഇത് ലക്ഷ്യമിടുന്നു. ദെൻ 45 ഓപ്ഷൻ എ. 46 ഗ്രാമസഭയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് എന്നുള്ളതാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3ഉം ശരിയാണ്. 46 ഓപ്ഷൻ സി ആണ്. 47 ജനാധിപത്യപരവും അക്രമരഹിതവുമായിട്ടുള്ള ഒരു ഇന്ത്യയെ വിജയകരമായി വികസിപ്പിക്കുന്നതിൽ ആദ്യം പഴയ പഞ്ചായത്ത് സംവിധാനം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പ്രസ്താവന മുന്നോട്ട് കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിജി. ഓപ്ഷൻ ബി. 47 ഓപ്ഷൻ ബി ആണ്. ദെൻ വീണ്ടും ഇത് തന്നെയാണ്. ഇവിടെയും ചേരുംപടി ചേർക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ. 48 താഴെ പറയുന്നവയെ യോജിപ്പിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 48 ഓപ്ഷൻ എ ആണ്. 1 ഗ്രാമ സ്വരാജ്, ഗ്രാമ സ്വയംഭരണം. ദെൻ 2 73ാം ഭേദഗതി, പഞ്ചായത്തുകളെ ശാക്തീകരിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു ഭരണഘടനാ പരിഷ്കരണ സീരീസ്. ദെൻ 3ാമത്തേത് വികേന്ദ്രീകരണമാണ്. അധികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് പ്രാദേശിക സർക്കാരുകൾക്ക് കൈമാറുന്ന പ്രക്രിയ. ദെൻ പഞ്ചായത്തി രാജ് ഉപസംസ്ഥാന തലത്തിലുള്ള സർക്കാരിന്റെ 3ാം നിര എന്നുള്ളതാണ്. 48 ഓപ്ഷൻ എ. 49ാമത്തെ ചോദ്യം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയിലെ ഭരണപരമായ വികേന്ദ്രീകരണം പരിഗണിക്കുവാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് 1857 കലാപത്തിന് ശേഷം കടുത്ത സാമ്പത്തിക സമ്മർദ്ദം എന്നുള്ളതാണ്. 49 ഓപ്ഷൻ സി ആണ്. 50 ആർട്ടിക്കിൾ 243 ടിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ മുനിസിപ്പാലിറ്റികളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുക. 50 ഓപ്ഷൻ എ. 51 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ എ പ്രാദേശിക ഭരണത്തെക്കുറിച്ചുള്ള മികച്ച രീതികൾ പ്രചരിപ്പിക്കുന്നതിനായി രേഖപ്പെടുത്തുക. 51 ഓപ്ഷൻ എ ആണ്. 52 താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. ദെൻ 53 മുനിസിപ്പാലിറ്റികളുടെ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന 12ാം ഷെഡ്യൂൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന ലിസ്റ്റാണ്. 53 ഓപ്ഷൻ ഡി. 54 വീണ്ടും ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ്. താഴെ പറയുന്നവയെ പൊരുത്തപ്പെടുത്തി ശരിയായ രീതിയിൽ എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 ആണ്. അതായത് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി പഞ്ചായത്ത് ഘടന ജില്ലാ ബ്ലോക്ക് സമിതി തലങ്ങളിൽ നടപ്പിലാക്കി. അശോക് മെഹ്ത കമ്മിറ്റി PRI ഘടനയിൽ ജില്ലാ ഭരണപരമായിട്ടുള്ള യൂണിറ്റായി പ്രവർത്തിക്കുന്നു. GVK റാവു കമ്മിറ്റി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസ് ഗ്രാമീണ വികസന പരിപാടികളുടെ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള വിശാലമായിട്ടുള്ള അധികാരങ്ങൾ ഏറ്റെടുക്കും. ദെൻ K സന്താനമാണ് ലാസ്റ്റ് വൺ. പഞ്ചായത്തുകളുടെയും സംസ്ഥാന പഞ്ചായത്തി രാജ് ധനകാര്യ കോർപ്പറേഷനുകൾ സ്ഥാപിക്കുന്നതിനും പരിമിതമായ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരങ്ങൾ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി. 54 ഓപ്ഷൻ ബി. ഇവിടെ ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യം കുറേ ഭാഗങ്ങളിൽ പല രീതികളിൽ ചോദിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു റീജിയനിൽ നിന്ന് കുറേ ഇൻഫർമേഷനുകൾ നമ്മൾ കളക്ട് ചെയ്താലാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയുക? സ്കോർ ചെയ്യാനായിട്ട് കഴിയുക. 55 ഇന്ത്യയിലെ വികേന്ദ്രീകൃത ഗവൺമെന്റിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഈ പറഞ്ഞിരിക്കുന്നതിൽ 1, 2, 3 എന്നിവ ശരിയാണ്. ഓരോ 5 വർഷത്തിലും നിർബന്ധമായ തെരഞ്ഞെടുപ്പ്, സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സീറ്റ് സംവരണമുണ്ട്, വികസന പദ്ധതികളുടെ കേന്ദ്രീകൃത ആസൂത്രണവും നടപ്പിലാക്കലും ശരിയാണ്. 55 ഓപ്ഷൻ സി ആണ്. 56 ഏത് തരത്തിലുള്ള വികേന്ദ്രീകരണമാണ് പ്രാദേശിക കൗൺസിലുകൾക്ക് നയവും നിയമനിർമ്മാണ അധികാരങ്ങളും കൈമാറുന്നത്? ഓപ്ഷൻ എ രാഷ്ട്രീയ വികേന്ദ്രീകരണമാണ്. 57 ഗുപ്ത കാലഘട്ടത്തിൽ പട്ടണങ്ങളുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്തം ആർക്കായിരുന്നു? ഓപ്ഷൻ ബി കേന്ദ്ര നിയമിത പർപ്പൽ എന്നുള്ളതാണ് ശരി. 58 താഴെ പറയുന്നവയിൽ ഏതാണ് 74ാം ഭേദഗതി നിയമത്തിന്റെ വ്യവസ്ഥ അല്ലാത്തത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ഒരു ദേശീയ നഗര നവീകരണ ദൗത്യം സ്ഥാപിക്കൽ എന്നുള്ളത് തെറ്റാണ്. 59 1962 സംസ്ഥാനങ്ങളിലൊന്ന് ഗ്രാമം, ബ്ലോക്ക്, ജില്ല തലങ്ങളിൽ പഞ്ചായത്ത് രാജിന്റെ ത്രിതല വ്യവസ്ഥകൾ നൽകുന്ന ഒരു നിയമം പാസാക്കി. ഏതായിരുന്നു ആ സംസ്ഥാനം? ഓപ്ഷൻ ബി മധ്യപ്രദേശിലാണ്. 59 ഓപ്ഷൻ ബി. 60 ഇന്ത്യയിലെ വികേന്ദ്രീകരണ പരിഷ്കാരങ്ങളെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? 3 മാത്രമാണ് ശരി. സേവനങ്ങളുടെ ഫലപ്രദവും നീതിയുക്തവുമായ വിതരണവും സമഗ്ര വികസനവും കൈവരിക്കുന്നതിന് 60 ഓപ്ഷൻ സി ആണ്. 61 താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക.
ഓപ്ഷൻ 61ന്റെ ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം എന്നുള്ളതാണ് ശരി. ഒന്നാമത്തതും മൂന്നാമത്തതുമാണ് ശരിയായിട്ടുള്ളത്. ഇത് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. 62ാമത്തെ ചോദ്യം പുരാ മോഡലുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം വിഭാവനം ചെയ്ത പുരാ മോഡൽ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ഇന്ത്യയിലെ ഗ്രാമ നഗര വിഭജനം നികത്തൽ എന്നുള്ളതാണ്. 62 ഓപ്ഷൻ ബി. 63 റർബൻ എന്ന പുതിയ കേരള നയം സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ ബി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഗ്രാമ നഗര പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കുറവാണ് എന്നുള്ളതാണ്. 63 ഓപ്ഷൻ ബി. 64 വികേന്ദ്രീകൃത സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി 1, 3, 5 എന്നിവയാണ്. അതായത് സ്വയംഭരണം ഉൾപ്പെട്ടിട്ടില്ല, സ്വയം പര്യാപ്തത ഉൾപ്പെട്ടിട്ടില്ല, 5 സുതാര്യതയും ഉൾപ്പെട്ടിട്ടില്ല. ഉൾപ്പെടാത്തവ 1, 3, 4, 5ഉമാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ കണ്ടെത്തലിന്റെ 3 പ്രധാന ഘടകങ്ങൾ ഏതാണ്? 1, 3, 5ഉമാണ്. പൊതുമേഖലാ പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 3 പട്ടികജാതിക്കാർക്കുള്ള പ്രത്യേക ഘടക പദ്ധതി ഉൾപ്പെട്ടിട്ടുണ്ട്. 5 ട്രൈബൽ സബ്പ്ലാൻ ഫണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. 65 ഓപ്ഷൻ സി. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. അതായത് ഈ തന്നിരിക്കുന്നവയൊന്നുമല്ല ശരിയായി പൊരുത്തപ്പെടുന്നത്. ഇതൊന്നും ശരിയായി പൊരുത്തപ്പെടുന്നതല്ല. 66 ഓപ്ഷൻ ഡി ആണ്. 67 ജില്ലാ ആസൂത്രണ സമിതിയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ ഡി 2ഉം 4ഉം എന്നുള്ളതാണ് ശരി. അതായത് MPമാരും MLAമാരും അതിന്റെ സ്ഥിരം ക്ഷണിതാക്കളാണ്. 4 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തയ്യാറാക്കിയ പദ്ധതികൾ ഈ കമ്മിറ്റി ഏകീകരിക്കുന്നു. ഇത് രണ്ടും ശരിയാണ്. 67 ഓപ്ഷൻ ഡി. 68 മൊത്തം ഭൂമിശാസ്ത്രപരമായ വിസ്തീർണത്തിന്റെ ശതമാനത്തിൽ കേരളത്തിലെ മൊത്തം വിളവെടുപ്പ് പ്രദേശം എ ആണ് ഉത്തരമായിട്ട് വരിക. 68 ഓപ്ഷൻ എ. 1980-81 74.27% നിന്ന് 90-91 77.72% വർദ്ധിച്ചു എന്നുള്ളതാണ്. 69 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയല്ലാത്തതാണ് ചോദ്യം. 2ഉം 4ഉം ശരിയല്ല. ശാരീരിക അധ്വാനം ചെയ്യുവാൻ തയ്യാറുള്ള നഗരങ്ങളിലെ വൈദഗ്ധ്യമില്ലാത്ത പക്വതയുള്ള വ്യക്തികൾക്ക് ഇത് കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു എന്നുള്ളത് തെറ്റാണ്. 4 മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി MGNREGS കീഴിൽ സാധാരണയായി ചെയ്യുന്ന എല്ലാ ജോലികളും ഇത് ഏറ്റെടുക്കുന്നു എന്നുള്ളതും തെറ്റാണ്. അപ്പം 1ഉം 2ഉം 4ഉമാണ് തെറ്റ്. ഓപ്ഷൻ എ 69. 70 താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവിടെ 2 മാത്രമാണ് ശരിയല്ലാത്തതാണ് ചോദ്യം. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രം ശരിയല്ല. 1981 കേരളത്തിൽ ജില്ലാ കൗൺസിലുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇത് ജില്ലാ തലത്തിൽ ഭരണ വികേന്ദ്രീകരണത്തിലേക്ക് നയിച്ചു എന്നുള്ളത് തെറ്റാണ്. 71 ആസൂത്രണ പ്രക്രിയയിൽ വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും ഒരു ഘടനയുണ്ട്. വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും വ്യത്യസ്ത ജോഡികൾ ചുവടെ നൽകിയിരിക്കുന്നു. 71 ഓപ്ഷൻ സി 1ഉം 4ഉം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത് എന്നാണ് ചോദ്യം. പൊരുത്തപ്പെടുന്നത് 1ഉം 4ഉമാണ്. 1 കാർഷിക വികസനം, അത് വികസനമാണ്. 4 വികസനത്തിനായുള്ള ആസൂത്രണം, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അത് ക്ഷേമം. 1ഉം 4ഉമാണ് ഉൾപ്പെടുക. 72 അധികാര വികേന്ദ്രീകരണത്തിന്റെ ആദ്യ ദശകത്തിൽ കേരളത്തിലെ LSGകളുടെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരി ഏതെന്നാണ് ചോദ്യം. 3 മാത്രമാണ് ശരി. 1997-98 സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 26.23% നിന്ന് 2006-2007 22.54% LSGകൾക്കുള്ള സഹായത്തിന്റെ ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ്. 72 ഓപ്ഷൻ സി. 73 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ ഡി ഗ്രാമീണ നഗര കുടിയേറ്റം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 73ാമത്തെ ചോദ്യം കഴിഞ്ഞ് 74ാമത്തെ ചോദ്യം സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിലും തമ്മിൽ ബന്ധത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഇവിടെ തന്നിരിക്കുന്ന പട്ടികയുമായി ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ സി ബിരുദം സ്ത്രീകൾക്ക് ജോലി ചെയ്യുവാനുള്ള സാധ്യത മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. 75 മുകളിൽ തന്നിരിക്കുന്ന പട്ടിക അനുസരിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. 75ാമത്തെ ചോദ്യത്തിന് ഉത്തരവും ഓപ്ഷൻ സി ഗാർഹിക തലത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. അപ്പൊ ഇവിടെയും ഒരു വ്യത്യസ്തമായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലും PSC മാറുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. 76ാമത്തെ ചോദ്യം 60 വർഷത്തിലേറെയായി ജനസംഖ്യാ അനുപാതം വർദ്ധിക്കുന്നതും വികസിത രാജ്യങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഉയർന്ന ആയുർദൈർഘ്യമുള്ളതുമായ ഒരു വയോജന സമൂഹമാണ് കേരളം. നിലവിൽ കേരളത്തിന് വയോജന പരിചരണം നൽകുന്ന പ്രബലമായ ക്രമീകരണം ഏതാണ്? ഓപ്ഷൻ ബി കുടുംബങ്ങളാണ്.
ദെൻ 77 വിദ്യാഭ്യാസത്തിലും ജോലിയിലും പട്ടികജാതി വർഗ സംവരണത്തിന് വരുമാന പരിധിയില്ല, സമഗ്രമായിട്ടുള്ള വികസനം കൈവരിക്കുന്നതിന് ഇത് ആവശ്യമാണെന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ ജാതി വിവേചനത്തിന്റെ സാമൂഹിക സ്വഭാവം. അല്ലെ, ലോജിക്കലായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 77 ഓപ്ഷൻ എ. 78 2015 അവസാനിച്ച സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2030 ടാർഗറ്റ് വർഷമായി കണക്കാക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വികസനത്തിന്റെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് SDG വിശാലമായ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നതെന്നാണ് ചോദ്യം. 78 ഓപ്ഷൻ എ ഗ്രഹത്തെ സംരക്ഷിക്കുകയും ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് 78 ഓപ്ഷൻ എ. 79 താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീ ശാക്തീകരണവുമായി നിങ്ങൾ ബന്ധപ്പെടുത്തുന്നത്? ഉപജീവന സുരക്ഷ കൈവരിക്കുന്നതിന് പാവപ്പെട്ട സ്ത്രീകളെ അണിനിരത്തുക എന്നുള്ളതാണ് 79 ഓപ്ഷൻ ബി ആണ്. 80 വിമൻ ഇൻ ഡെവലപ്മെന്റ് സമീപനം 1970കളിൽ സ്ത്രീകളുടെ വികസനത്തിന് പിന്തുണ നൽകുന്ന ആഗോളവാദത്തിന്റെയും ഗവേഷണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഫലമായിരുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് നിങ്ങൾ വിമൻ ഇൻ ഡെവലപ്മെന്റ് സമീപനവുമായി ബന്ധപ്പെടുത്തുന്നത് എന്നാണ് ചോദ്യം. 80 ഓപ്ഷൻ ബി ആണ്. സ്ത്രീകൾക്ക് തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നതിനുള്ള പരിശീലനം എന്നുള്ളതാണ് 80 ഓപ്ഷൻ ബി. ദെൻ 81 ഒരു ട്രേഡ് യൂണിയനിൽ അംഗമാകുന്നത് ദരിദ്ര കുടുംബത്തിലെ തൊഴിലാളികളെ സാമൂഹിക മൂലധനം വിപുലീകരിക്കുവാൻ എങ്ങനെ പ്രാപ്തരാക്കുന്നു? ഓപ്ഷൻ എ പുതിയ ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിലൂടെ. 81 ഓപ്ഷൻ എ ആണ്. 82 വാർഷിക സംസ്ഥാന ബജറ്റിനോടൊപ്പം ഇന്ത്യ ഗവൺമെന്റ് ഒരു ലിംഗ ബജറ്റ് പ്രസ്താവന നൽകുന്നു. ഏതെങ്കിലും പ്രത്യേക വർഷത്തിലെ ലിംഗ ബജറ്റ് പ്രസ്താവനയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ സി എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള ബജറ്റ് എസ്റ്റിമേറ്റുകളും യഥാർത്ഥ ചെലവുകളുമാണ് ഉൾപ്പെടുക. 82 ഓപ്ഷൻ സി. 83 സ്വയം സഹായ സംഘങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് ഈടില്ലാതെ വായ്പ നൽകുവാൻ ബാങ്കുകൾ തയ്യാറാവുകയും എന്നാൽ വ്യക്തിഗത സ്ത്രീകൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? 83 ഓപ്ഷൻ ബി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിൽ സംഘടിപ്പിക്കപ്പെട്ട സ്ത്രീകൾ വിവര അഡ്മിനിസ്ട്രി പരിഹരിക്കുന്നു എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരിക. 83 ഓപ്ഷൻ ബി ആണ്. 84 വികലാംഗരായ ആളുകൾ ഇന്ത്യയിൽ വളരെ താഴ്ന്ന തൊഴിലവസരങ്ങൾ അനുഭവിക്കുന്നു. നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം 15 വയസ്സിന് മുകളിലുള്ള PWDയുടെ 23% മാത്രമാണ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ 2018 ഡേറ്റ പ്രകാരം ഒരേ പ്രായത്തിലുള്ള എല്ലാ ജനസംഖ്യയുടെയും തൊഴിലിന്റെ പകുതിയിൽ താഴെയാണ് ഇത്. താഴെ പറയുന്നവയിൽ ഏതാണ് PWDയുടെ താഴ്ന്ന തൊഴിൽ നിലവാരം വിശദീകരിക്കുന്നത്? അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് സമയം നഷ്ടമാണ്. അപ്പം ആ ഒരു തരത്തിൽ ലോജിക്കലി ഉള്ള ചോദ്യങ്ങൾ, സമയം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ പരീക്ഷയ്ക്ക് കയറി വന്നു. 84 ഓപ്ഷൻ ഡി എയും ബിയും എന്നുള്ളതാണ് എന്താണ് വരിക. അതായത് ഓപ്ഷൻ എയും ബിയും ശരിയാണ്. അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, വിദ്യാഭ്യാസത്തിനുള്ള കുറഞ്ഞ പ്രവേശനം, ഇത് രണ്ടും ശരിയാണ്. 84. 85 വരിക. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിന്റെ സംരംഭങ്ങൾ എന്നുള്ളതാണ്. 1, 2, 3 അതായത് ഈ അമൃത്, മെഥനോൾ സമ്പദ് വ്യവസ്ഥ, പാരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ജീവിതശൈലി, ഇത് മൂന്നും ശരിയാണ്. 86 ഹരിത കേരള മിഷനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? തെറ്റാണ്. 2 മാത്രമാണ് തെറ്റ്. ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം, കൃഷി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കൈകാര്യം ചെയ്യുവാൻ 4 സബ്മിഷനുകൾ ഉണ്ട് എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ശരിയല്ലാത്ത 86 ഓപ്ഷൻ ബി. 87 മുനിസിപ്പാലിറ്റികൾ കൈകാര്യം ചെയ്യേണ്ട 12ാം ഷെഡ്യൂളിലെ 18 ഇനങ്ങളുടെ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? 1, 3 മാത്രമാണ്. അതായത് 1 റോഡുകളും പാലങ്ങളും, 3 ജനന മരണ രജിസ്ട്രേഷൻ. അപ്പൊ 1, 3 താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 87 ഓപ്ഷൻ സി ആണ്. 88 കേരള സംസ്ഥാനത്തിലെ ഇ ഗവേണൻസ് സംരംഭങ്ങളെ സംബന്ധിച്ച് ഏതാണ് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. അതായത് ഈ ഗവർണൻസുമായി ബന്ധപ്പെട്ട് നല്ല ഭരണം ഉറപ്പാക്കുന്ന കേരളത്തിലെ LSDAകൾക്കുള്ള ഒരു ഡേറ്റ സെൻട്രിക് സൊല്യൂഷൻ ആണ് K-സ്മാർട്ട്. ദെൻ 3 സിറ്റിസൺ ഓൺലൈൻ പോർട്ടൽ ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്നു. ദെൻ 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബിൽഡിംഗ് പെർമിറ്റുകൾ അനുഭവിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സങ്കേതം. 88 ഓപ്ഷൻ സി ആണ്. 89 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കൗൺസിലർമാരുടെ സീറ്റുകളുടെ എണ്ണം ആയിരിക്കും എന്നുള്ളതാണ്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 3 50 ഒരു മുനിസിപ്പൽ കോർപ്പറേഷന്റെ ജനസംഖ്യ 4 ലക്ഷം കവിഞ്ഞിടത്താണ് 50 വരിക. ദെൻ 4 ആദ്യത്തെ 4 ലക്ഷത്തിന് 50 പേരും 4 ലക്ഷത്തിന് കൂടുതലുള്ള ഓരോ 10,000ത്തിനും ഒരാൾ വീതവും ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ പരമാവധി 100 കൗൺസിലർമാർക്കും വിധേയമായിട്ടാണ് വരിക. 89 ഓപ്ഷൻ സി. 90 വാർഡ് കമ്മിറ്റിയെ കുറിച്ചുള്ള ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രമാണ് ശരി. 1 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റിയിലെ ഓരോ വാർഡിനും വാർഡ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 2
വാർഡിലെ കൗൺസിലറാണ് വാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ളതും ശരിയാണ്. 91 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ജലവിതരണം, മലിനജലം, ഗതാഗതം, പാർക്കുകൾ തുടങ്ങിയ അടിസ്ഥാന നാഗരിക സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് അമൃത് മിഷൻ ആരംഭിച്ചത്. ആത്മനിർഭർ ഭാരതിന്റെ കീഴിൽ ജലസുരക്ഷാ നഗരങ്ങൾ വികസിപ്പിക്കുന്നതിനായി 2022 അമൃത് 2.0 ആരംഭിച്ചു. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഇതിൽ 1ഉം 4ഉമാണ് ശരി. 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ട് വരിക. 1 ശരിയാണ്. 4 ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. 1ഉം 4ഉം ഓപ്ഷൻ ഡി ആണ്. 91 ഓപ്ഷൻ ഡി ആണ്. 92 ജില്ലാ ആസൂത്രണ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രസ്താവനയാണ് ശരി? 1, 2, 3 എന്നിവ ശരിയാണ്. ഒരു ജില്ലയിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തയ്യാറാക്കിയ പദ്ധതികൾ DPC അംഗീകരിക്കുകയും ജില്ലയ്ക്കായി ഒരു കരട് വികസന പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്നു. 2 ജില്ലാ കളക്ടർ എക്സ് ഒഫീഷ്യോയും കമ്മിറ്റിയുടെ സെക്രട്ടറിയുമാണ്. 3 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് DPC ചെയർമാനായിട്ട് വരിക. 92 ഓപ്ഷൻ ബി. 93 താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി. സർക്കാരും പൗരന്മാരും തമ്മിലുള്ള ബന്ധം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഇ ഗവേണൻസ് എന്നുള്ളത്. 93 ഓപ്ഷൻ സി. 94 വികേന്ദ്രീകൃത ആസൂത്രണം, പുരോഗതി റിപ്പോർട്ടിംഗ്, ജോലി അടിസ്ഥാനമാക്കിയുള്ള അക്കൗണ്ടിംഗ് ഇവയിൽ മികച്ച സുതാര്യത കൊണ്ടുവന്ന് രാജ്യത്തുടനീളമുള്ള പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പഞ്ചായത്ത് രാജ് മന്ത്രാലയമാണ് ഡാഷ് വെബ് പോർട്ടൽ. ഓപ്ഷൻ ഡി. ഇ ഗ്രാം സ്വരാജ് എന്നുള്ള പോർട്ടലാണ്. 94 ഓപ്ഷൻ ഡി. 95 ഓപ്ഷനുകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്നാൽ എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി. ഷോപ്പർമാർ, ടെക്നോളജി പ്ലാറ്റ്ഫോമുകൾ, ചില്ലറ വ്യാപാരികൾ എന്നിവയ്ക്കിടയിൽ തുറന്ന കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം സവിശേഷതകൾ പുറത്തിറക്കിയ കമ്പനി എന്നുള്ളതാണ്. 95 ഓപ്ഷൻ ബി. 96 ചോദ്യം. ഗവൺമെന്റ് പ്രോസസ്സ് റീ എഞ്ചിനീയറിംഗ് നടത്തുമ്പോൾ താഴെ പറയുന്ന എല്ലാ ഓപ്ഷനുകളും ഒന്നൊഴികെ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങളായി കണക്കാക്കുന്നു. അത് 96 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പേയ്മെന്റ്. 97 ഒരു ഇ ഗവേണൻസ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി ഗവൺമെന്റ് പ്രോസസ്സ് റീ എഞ്ചിനീയറിംഗ് പരിഗണിക്കുമ്പോൾ ഡാഷ് സമയം, ചെലവ്, സങ്കീർണത, സുതാര്യത, പൗരാനുഭവം എന്നിവ കണക്കിലെടുക്കേണ്ട ഘടകങ്ങളാണ്. 97 ഉത്തരം ഓപ്ഷൻ എ. ഏതാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്? സേവന നിലവാരം. അപ്പൊ സേവന നിലവാരവും എന്ത് ചെയ്യണം? സേവന നിലവാരം, സമയം, ചെലവ്, സങ്കീർണത, സുതാര്യത, പൗരാനുഭവം എന്നിവയാണ് കണക്കിലെടുക്കേണ്ടത്. 97 ഓപ്ഷൻ എ. 98 തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ ഈ വർഷം ശരാശരി മഴയുടെ അളവ് 20% കുറഞ്ഞതിനാൽ സംസ്ഥാനത്തെ അരി ഉൽപാദനത്തെ എന്ത് ബാധിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ സഹായിക്കുന്ന വിവര സംവിധാനത്തിന്റെ തരമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അല്ലെ. ഇത് സെക്കൻഡ് പേപ്പറിന്റെ ലാസ്റ്റ് ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. 98 ഓപ്ഷൻ സി. 99 ഡാഷ് നിയമങ്ങളുടെ ഒരു ശേഖരത്തിലൂടെ തിരയാനും അനുമാന എഞ്ചിൻ എന്ന് വിളിക്കുന്ന നിഗമനങ്ങൾ രൂപപ്പെടുത്താനുമുള്ള ഒരു തന്ത്രം സ്വീകരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ്, എക്സ്പേർട്ട് സിസ്റ്റമാണ്. ലാസ്റ്റ് വൺ, 100ാമത്തെ ചോദ്യം. ഒരു നിർദ്ദിഷ്ട ഇ ഗവേണൻസ് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉപഭോക്താക്കൾക്ക് സെർച്ച് എഞ്ചിനുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഫോമുകൾ, ഡോക്യുമെന്റുകൾ, ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെടുന്നതിനുള്ള ഇമെയിൽ സൗകര്യം എന്നിവ പോലെയുള്ള ഉപകരണങ്ങൾ നൽകുമ്പോൾ അത് ലക്ഷ്യമിടുന്നത് ഡാഷ് ഇ ഗവേണൻസ് മെച്യൂരിറ്റി മോഡലിന്റെ നിലവാരമാണ്. ഇടപെടൽ എന്നുള്ളതാണ് ഉത്തരം. അപ്പം 100ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. അപ്പൊ ഈ ഒരു ചോദ്യം, ഇങ്ങനെ ഒരു വിശകലനം ഇവിടെ ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മുന്നോട്ടുള്ള പാറ്റേൺ അതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പല രീതികളിലുള്ള ചോദ്യങ്ങൾക്ക്. അപ്പൊ ഈ ചോദ്യങ്ങളിലൂടെ വേണം നിങ്ങൾ ഇനിയും പ്രിപ്പറേഷനുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. അപ്പൊ അത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾ വന്നാലും കൃത്യമായ ഉത്തരം എഴുതുവാൻ കഴിയുന്ന തരത്തിലേക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നിങ്ങൾക്ക് മാറ്റാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളെ വിശകലനം ചെയ്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊരു മോഡലായിട്ട് സ്വീകരിക്കുക. ഇത് പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞത്. ഫൈനൽ കീ വരുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ മാറിയേക്കാം, പല ചോദ്യങ്ങളും ഡിലീറ്റ് ചെയ്തേക്കാം. ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ കൺസേണിൽ ഉണ്ടാവണം. ഓക്കെയാണ്. അപ്പം ഇത്തരത്തിൽ PSC മാറുകയാണ്. നമ്മളും എന്ത് ചെയ്യുക, അതനുസരിച്ച് മാറാനായിട്ട് ശ്രമിക്കുക. എല്ലാ ആശംസകളും. താങ്ക് യു.